അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രബന്ധവേദിയിലാണ്. ഇവിടെ എന്നിൽ അർപ്പിതമായിട്ടുള്ള വിഷയം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഗുരുശിഷ്യ ലോകത്തെക്കുറിച്ചാണ്. ഫിഖ്, ഹദീസ് എന്നീ വിജ്ഞാന ശാഖകളിലാണ് പ്രധാനമായും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ലോക പ്രശസ്തരായ ഗുരുനാഥന്മാർ ഉണ്ടായിരുന്നത്. മക്ക, മദീന, യമൻ, ഇറാഖ് എന്നിങ്ങനെ ഇമാം സഞ്ചരിച്ച വൈജ്ഞാനിക മണ്ഡലങ്ങളിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ എല്ലാ ശിഷ്യത്വവും മഹാൻ ഇമാം സ്വീകരിച്ചിരുന്നു. മക്കയിലെ ഇമാമിൻ്റെ പ്രസിദ്ധ ഗുരുനാഥന്മാരായിരുന്ന സുഫിയാനുബിനു ഉയൈന റളിയല്ലാഹു അൻഹു, അതുപോലെ മുസ്ലിമുബിനു ഖാലിദ് അസ്സഞ്ചി റളിയല്ലാഹു അൻഹു, അതുപോലെ സഈദ് ബിനു സാലിം അൽ ഖദ്ദാഹ് റളിയല്ലാഹു അൻഹു. ശേഷം മദീനയിലെ ഇമാമിൻ്റെ പ്രസിദ്ധ ഗുരുനാഥന്മാരായിരുന്ന മാലിക് ബിനു അനസ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഇബ്രാഹിം ബിനു സഅദ് അസ്സുഹരി റളിയല്ലാഹു അൻഹു, അബ്ദുൽ അസീസ് ബിനു മുഹമ്മദ് ദറാവദി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിനു നാഫി റളിയല്ലാഹു അൻഹു. യമനിലെ ഇമാമിൻ്റെ പ്രസിദ്ധ ഗുരുനാഥന്മാരായിരുന്ന ഹിഷാം ബിനു യൂസുഫ് ഹസൻ ഖാനി റളിയല്ലാഹു അൻഹു, അതുപോലെ യഹ്യ ബിനു ഹസ്സൻ അൽ ബിക്കിരി റളിയല്ലാഹു അൻഹു. ഇറാഖിൽ ഇമാമിൻ്റെ പ്രസിദ്ധ ഗുരുനാഥന്മാരായിരുന്ന മുഹമ്മദ് ബിനു ഹസൻ അഷൈബാനി റളിയല്ലാഹു അൻഹു, വക്കീ ബിനു അൽ ജറാഹ് അൽ കൂഫി റളിയല്ലാഹു അൻഹു. ഷകൗതു ഇലാ വക്കീൻ സുഅ ഹിഫ്ളി എന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസിദ്ധ വരിയിൽ വക്കീബിൻ ജറാഹ് റളിയല്ലാഹു എന്ന ഉസ്താദിനെ നമുക്ക് കാണാൻ സാധിക്കും. കർമ്മശാസ്ത്ര ധാരയിൽ വിവിധ ചിന്താഗതിയുള്ള അനേകം പണ്ഡിതന്മാരെ സമീപിക്കുക വഴി കർമ്മശാസ്ത്രത്തിലെ വിഷയങ്ങളിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനും വ്യക്തവും പ്രാമാണികവുമായതിനെ തിരഞ്ഞെടുക്കുവാനും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സാധിച്ചു. അധ്യാപന രംഗത്ത് കൂടുതൽ അവസരങ്ങൾ ലഭിച്ച ഒരു സൗഭാഗ്യവാനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. സഞ്ചരിച്ച രാജ്യങ്ങളിലെല്ലാം ഇമാമിന് ശിഷ്യസമ്പത്തുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യസമ്പത്ത് ഇമാമിൻ്റെ മഹത്വം വ്യക്തമാക്കുന്നതാണ്. മറ്റെന്തെങ്കിലും പണ്ഡിതന്മാർക്കോ ഫുഖഹാക്കൾക്കോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ പോലെയുള്ള ശിഷ്യസമ്പത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ശിഷ്യരുടെ കൂട്ടത്തിൽ ഇമാം അഹമ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ സൗർ റളിയല്ലാഹു അൻഹു, ഇമാം ജാഫർ റളിയല്ലാഹു അൻഹു, ഇമാം കറാബിസി റളിയല്ലാഹു അൻഹു, ഇമാം ഹുമൈദി റളിയല്ലാഹു അൻഹു, അതുപോലെ ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇമാം റബീ റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹു, ഹാഫിള് അഹമ്മദ് ബിനു സിനാൻ റളിയല്ലാഹു അൻഹു, ഇമാം ഹാഫിള് ഹസനുൽ ഖവലാനി റളിയല്ലാഹു അൻഹു തുടങ്ങി ബുഖാരി, മുസ്ലിം, തിർമുദി, നസായി, അബൂ ദാവൂദ്, ഇബ്നു മാജ തുടങ്ങിയ ഹദീസ് കോടികർത്താക്കളുടെ ഗുരുവര്യമടക്കമുള്ള മഹാന്മാരുണ്ട്. ഹുമൈദി റളിയല്ലാഹു അൻഹും സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹും തുടങ്ങിയവർ ഒരേ സമയം ഉസ്താദും ശിഷ്യനുമായിരുന്നു. ഒരിക്കൽ ഹുമൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ബസ്രയിലേക്ക് പോവുകയുണ്ടായി. ഷാഫി ഇമാം എന്നിൽ നിന്ന് ഹദീസ് പഠിക്കുകയും ഞാൻ അദ്ദേഹത്തിൽ നിന്ന് മസലകൾ പഠിക്കുകയും ചെയ്തു. ഷാഫി മദ്ഹബിൽ നിലനിന്ന ശിഷ്യഗണങ്ങളുടെ ചരിത്രവും സേവനങ്ങളും വിവരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് തൊബഖാത്തു ഷാഫികൾ. ഇമാം താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹുവിൻ്റെ അത്തബഖാത്തുൽ കുബ്ര അതിൽ ശ്രദ്ധേയമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.